മുട്ടക്കറി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു ദാബ സ്റ്റൈൽ എഗ് കീമ കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. യൂഷ്വൽ മുട്ടക്കറിയോടൊപ്പം എന്തൊക്കെ കഴിക്കുന്നോ അതൊക്കെ ഈ കറിയുടെ കൂടി കഴിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള 2 ഉള്ളി, കുറച്ച് വലിയ ഉള്ളിയാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പകുതി സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് വഴറ്റിക്കൊടുത്ത് അടച്ചു വെച്ച് ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് 1 മിനിറ്റ് അതിനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തക്കാളി, ഏകദേശം 1.5 തക്കാളി മതിയാവും, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തക്കാളി നന്നായി കുക്കാവുന്നവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പുഴുങ്ങിയ 5 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പം നമ്മുടെ ഗ്രൗണ്ട് ചിക്കനൊക്കെ പോലെ നല്ല ഇങ്ങനെ എഗ് കീമ ആയിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് ബോയിൽഡ് എഗ് എണ്ണയായിരിക്കണം എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടക്കറിയുടെ കൂടെ കഴിക്കുന്ന ഏത് ഒരു ഐറ്റമിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറിയാവുമ്പം ആർക്കും ഇനഫ് മുട്ട കിട്ടിയില്ല, എണ്ണം കുറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും ഈവണായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.